ഹൈ ഓൾ, അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിലെ 2 മാർക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത്. പെട്ടെന്ന് നോക്കാം, ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇതാണ് മക്കളെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഒക്കെ നിങ്ങൾ എക്സാമിന് കണ്ടുവന്ന ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും, എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയാണ് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ സാധാരണ ചോദിച്ചു വരുന്നത്. ഓക്കെ ആണ്, അപ്പൊ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. Write the 6th term of the arithmetic sequence 1, 25, 49, 73. കുറെ ടേം തന്നിട്ടുണ്ട്, കുറെ ടേംസ് തന്ന് നമ്മളോട് ചോദിക്കുന്നത് ഏതാ? ഇതിന്റെ 6ാമത്തെ പദം എത്രയെന്ന് നമ്മളോട് ചോദിക്കുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ നിങ്ങൾ ആദ്യം ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ് നോക്കണേ. 1, 25, 49 ഇങ്ങനെ പോകുന്നുണ്ട്. അറിയാലോ കോമൺ ഡിഫറൻസ് എത്രയാ? 24 ആണ് അല്ലേ? ഇവിടുത്തെ പൊതുവ്യത്യാസം നമുക്ക് 24 ആണെന്ന് മനസ്സിലായി അല്ലെ? 25 കുറച്ച് 24 എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ 97 1, 2, 3, 4, 5 ടേം അവർ തന്നിട്ടുണ്ട്. നിങ്ങൾ ആ 97 ഒരു 24 കൂടെ കൂട്ടിയാൽ നമ്മുടെ ആൻസർ ആയില്ലടാ. എത്രയാ? 97, 107, 117, ഒരു 4 കൂടെ കൂട്ടി 121 ആയിരിക്കും അല്ലെ? നമ്മുടെ 5ാമത്തെ അല്ല 6ാമത്തെ ആള്, 6ാമത്തെ ടേം 121 നമുക്ക് ആൻസർ കിട്ടും. 121 ആയിരിക്കും 6ാമത്തെ ടേം. അതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടേ, ഒന്ന് നോക്കണേ. പെട്ടെന്ന് കാണുമ്പോൾ എന്തോ ആന്ന് വിചാരിക്കും, ഒന്നുമില്ല, പറ്റിക്കാൻ നോക്കുകയാണ്. നോക്കണേ. ഹൗ മെനി പെർഫെക്റ്റ് സ്ക്വയർ ടേംസ് ആർ ദർ ഇൻ ദ അരിത്മെറ്റിക് സീക്വൻസ് 97, 73, 49 എക്സെട്ര? അതേത് സീക്വൻസാ? 97, 73, 49 ഇങ്ങനെ പോകുന്ന സീക്വൻസിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ട്, എത്ര പൂർണ്ണവർഗങ്ങൾ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സീക്വൻസ് നോക്കുമ്പോൾ നിങ്ങളൊന്ന് നേരത്തെ അവർ മുകളിൽ തന്ന സീക്വൻസ് നോക്കടാ. ഇത് നേരെ തല തിരിച്ചെഴുതി വെക്കല്ലേ ഇവിടെ? നോക്കണേ. 97, 73, 49, അടുത്ത ആൾ 25 ആയിരിക്കൂലേ? അടുത്ത ആൾ 1 ആയിരിക്കൂലേ? ഇനി 1 കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് വരും, പിന്നെ മൈനസ് നമ്പർ കയറി വരും. അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചേ? പൂർണ്ണസംഖ്യാ പദങ്ങളാണ്, പൂർണ്ണവർഗങ്ങൾ ഉണ്ടാവണം. എന്താ ഈ പൂർണ്ണവർഗങ്ങൾ? കംപ്ലീറ്റ് അല്ലെങ്കിൽ നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്? എടാ ഒന്നുമില്ല. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ എത്രയാ? 9, 4ന്റെ സ്ക്വയർ എത്രയാ? 16. ഈ 1, 4, 9, 16 ഇങ്ങനെ വരുന്ന നമ്പേഴ്സ് ആണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് വിളിക്കുന്നത്, പൂർണ്ണവർഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അങ്ങനത്തെ എത്ര ആളുകൾ നമ്മളോട് ഇതാ ഈ സീക്വൻസിൽ ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ആ സീക്വൻസ് നോക്കുന്ന സമയത്ത് നമ്മളെ 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. നമ്മുടെ ബി ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ നോക്കുക. ബി ക്വസ്റ്റ്യനിൽ നിങ്ങൾ കാണുന്ന സമയത്ത് 97, 73, 49 കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി എന്താ ഇവിടെ ഉണ്ടാവുക? 49 കഴിഞ്ഞാൽ 25, 25 കഴിഞ്ഞാൽ 1. ഇതിൽ ഏതൊക്കെയാ പെർഫെക്റ്റ് സ്ക്വയർ? 1 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? 25 പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? 5ന്റെ സ്ക്വയർ അല്ലേ 25? അതേപോലെ 7ന്റെ സ്ക്വയർ അല്ലേ 49? 3 ആൾക്കാരുണ്ട്. നമുക്ക് ബി ക്വസ്റ്റിന് ആൻസർ കിട്ടിയടാ. ഏതൊക്കെയാ? 1, 25, 49 ഇങ്ങനെ 3 ആളുകളാണ് ഇവിടെ വർഗപദങ്ങളായിട്ട്, പൂർണ്ണ വർഗപദങ്ങളായിട്ട് വരുന്നത്. പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്ന 3 ആളുകൾ ഉണ്ടാവും. അപ്പൊ ഒന്നുമില്ല, അവർ എ ക്വസ്റ്റ്യൻ കണക്ട് ചെയ്താണ് ബി ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. പെട്ടെന്ന് കാണുമ്പോൾ ഡൗട്ട് തോന്നാം, പക്ഷെ ഒന്നുമില്ലായിരുന്നു കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്ക്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയി നോക്കാം. ഇതെല്ലാ പരീക്ഷയ്ക്കും ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഒരു സാധനം, എല്ലാവർക്കും ചെയ്യാൻ അറിയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തോടുകൂടെ അത് ക്ലിയർ ആയിക്കോണം. ഒരു ജനറൽ ഫോം ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം അങ്ങോട്ട് തരും. കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കണം, ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കണം. സീക്വൻസ് ഏതാ? 3n+2. നമ്മൾ തന്ന സമാന്തര ശ്രേണി 3n+2 ആണ്. എടാ ബീജഗണിത രൂപമാണ് തന്നത്. ജനറൽ ഫോം xn = 3n+2. ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയില്ല അതിൽ എങ്ങനെയാണ് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കുക. ഈ n-ന്റെ കൂടെയുള്ള നമ്പർ, n-ന്റെ തൊട്ടടുത്തുള്ള n-ന്റെ ഗുണോത്തരം, n-ന്റെ കോഫിഷ്യന്റ് എന്ന് പറയുന്ന ആള് ആരാണ്? ആൻസർ ആ നമ്പർ 3 ആണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവിടുത്തെ ആരാടാ? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. തെറ്റിക്കരുതേ. ഈ n എന്ന് പറയുന്ന ആളെ കൂടെയുള്ള നമ്പർ, n എന്ന് പറയുന്നതിന്റെ കൂടെയുള്ള നമ്പർ എത്രയാ നോക്കിയാൽ മതി. എത്രയാണുള്ളത്? 3. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് 3 ആണെന്ന് കിട്ടി. ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യുക? ആ n എന്ന് പറയുന്ന സ്ഥലത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ആ n പൊത്തി വെച്ചിട്ട് ബാക്കി വായിച്ചു നോക്ക്. n ഒഴിവാക്കിയാൽ ബാക്കി എന്താ നോക്ക്, അതായിരിക്കും ഫസ്റ്റ് ടേം. ബാക്കി ഒരു 3 ഉണ്ട്, പ്ലസ് ഒരു 2 ഉണ്ട്. ആൻസർ 5 ആയിരിക്കും ഫസ്റ്റ് ടേം. അപ്പൊ n-ന് 2 കൊടുത്താൽ നിങ്ങൾക്ക് സെക്കൻഡ് ടേം കിട്ടും, n-ന് 3 കൊടുത്താൽ തേർഡ് ടേം കിട്ടും. ഇതാണ് പരിപാടി. n-ന് 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും. അങ്ങനെ 1 കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ നോക്കിയാൽ മതി. 3+2 ആൻസർ 5. ഇനി ഇങ്ങനെയാണെങ്കിലോ 3n-2 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ n പൊത്തി വെച്ചാൽ ബാക്കി എന്താ ഉള്ളത്? ബാക്കി 3-2 ആണ് ബാക്കിയുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ 1 ആണ് ആൻസർ വരിക. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ, ഇവിടെ പ്ലസ് അല്ലേ? അപ്പൊ നമുക്ക് 3+2
5 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടേം. അപ്പൊ മറന്നു പോകരുത്, ജനറൽ ഫോം കണ്ടാൽ അതിന്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കി എടുക്കുക എന്നിന്റെ കൂടെയുള്ള ആള് കോമൺ ഡിഫറൻസ്. n കഴിഞ്ഞ് n ഒഴിവാക്കി ബാക്കി എന്താ നോക്കിയാൽ മതി, ബാക്കി വിത്ത് സൈൻ നോക്കണേ. അങ്ങനെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ n-ന് 1 കൊടുക്കുക, n-ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ് ആൻസർ കിട്ടുന്നത്, അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടേം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5, 8, 11 ആണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. 5, 8, 11 ഒരു സീക്വൻസ് കാണുമ്പോഴത്തേക്ക് അരിത്തമെറ്റിക് ആണോ ചെക്ക് ചെയ്യണേ. ഇത് സമാന്തര ശ്രേണി അല്ലേ? ആണ്. പൊതുവ്യത്യാസം എത്രയാ? 3 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ് വരുന്നത്. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ 20ാമത്തെ ടേം എത്രയെന്നാ ചോദിക്കുന്നത്. 20ാമത്തെ ടേം മക്കൾ എന്താ ചെയ്യേണ്ടത്? x20 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. x20 കണ്ടുപിടിക്കണം. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാ ഉള്ളത്? ഫസ്റ്റ് ടേം ഉണ്ട്, സെക്കൻഡ് ടേം ഉണ്ട്, തേർഡ് ടേം ഉണ്ട്, ഇങ്ങനെ കുറെ ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് തൽക്കാലം ഫസ്റ്റ് ടേം എടുക്കാം. ഫസ്റ്റ് ടേം ഞാൻ സെലക്ട് ചെയ്തു, x1 സെലക്ട് ചെയ്തു. ഈ x1-നെ നമുക്ക് എവിടെ എത്തിക്കണം? x1-നെ നമുക്ക് 20th ടേമിൽ എത്തിക്കണം. 1ാമത്തെ ടേമാണ് നമ്മുടെ കയ്യിലുള്ളത്, നമുക്ക് 20ാമത്തത് കിട്ടണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? 1ാമത്തെ ടേമിനോട് നമ്മൾ പ്ലസ് ചെയ്യും. എന്ത്? 19 തവണ എന്ത്? പൊതുവ്യത്യാസം. ഫസ്റ്റ് ടേമിനോട് 19 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് 20th ടേം കിട്ടും, 20ാമത്തെ ആളെ കിട്ടും. അപ്പൊ നമുക്ക് 1ാമത്തെ ആൾ ആരാ നോക്കടാ. 1ാമത്തെ ആൾ 5 ആണ്. അപ്പൊ 5 പ്ലസ് 19 ടൈംസ് കോമൺ ഡിഫറൻസ്. അപ്പൊ എത്ര വരും? 5 പ്ലസ് 9 into 3 27 7ഉം ബാക്കി ഒരു 2 1 into 3 3 plus 2 എത്രയാ? 3 plus 2 5 വന്നില്ലടാ. 57 ആൻസർ വരും. 10 20 30 39 48 57 നിങ്ങൾ എങ്ങനെയാ മനസ്സിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കുക. എനിവേ 57ഉം ഈ 5ഉം കൂടെ പ്ലസ് ചെയ്തിട്ട് നമ്മുടെ ആൻസർ എത്രയാ? 62. 62 നമുക്ക് ആൻസർ കിട്ടും. 62. ഓക്കെ ആണേ. 62 ആയിരിക്കും ഈ ക്വസ്റ്റിന് ആൻസർ വരിക. 20ാമത്തെ ആൾ ആരാന്നാണ് ചോദിച്ചത്, നമ്മൾ കണ്ടുപിടിച്ച് 20ാമത്തെ. ഇനി ഏത് ചോദിച്ചാലും കണ്ടുപിടിക്കട്ടോ. നിങ്ങൾ ഫസ്റ്റ് ടേം ആയതുകൊണ്ടാണ് 19 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയത്. ഇനി നിങ്ങൾ സെക്കൻഡ് ടേം എടുത്തെന്ന് വിചാരിക്കും. സെക്കൻഡ് ടേമിൽ നിന്ന് 20-ലെത്താൻ 18 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. x2 പ്ലസ് 18d ചെയ്താൽ നിങ്ങൾക്ക് x20 എത്താൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് അപ്പുറത്തേക്ക് എത്ര ദൂരം ഉണ്ട് നോക്കിയാൽ മതി, ഇടാം, സിമ്പിൾ ആക്കി കിട്ടും. അതിന്റെ കൂടെ ചോദിക്കുകയാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ബീജഗണിത രൂപം, ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പഠിച്ചത് അതായിരിക്കുമല്ലോടാ, ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. xn ഈസ് ഈക്വൽ dn പ്ലസ് f മൈനസ് d. ക്വസ്റ്റ്യൻ മറന്നുപോലല്ലോ. dn പ്ലസ് f മൈനസ് d. ഇവിടുത്തെ d എത്രയാ? 3. അപ്പൊ 3n പ്ലസ് ഫസ്റ്റ് ടേം 5, അപ്പൊ 5 മൈനസ് 3 എല്ലാം കൂടെ 3n പ്ലസ് 5 മൈനസ് 3 ചെയ്താൽ 2 വരും. 3n പ്ലസ് 2 എന്നായിരിക്കും നമ്മുടെ ആൻസർ. ഒന്ന് വെറുതെ ചെക്ക് ചെയ്ത് നോക്ക്. നേരത്തെ പഠിച്ച ക്വസ്റ്റ്യൻ പോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. n-ന്റെ കൂടെയുള്ള ആൾ എത്രയാ? n-ന്റെ കൂടെയുള്ള 3. ആ 3 തന്നെയല്ലേ ഇവിടുത്തെ കോമൺ ഡിഫറൻസ്? അതെ. ഇനി n പൊത്തി വെച്ചാൽ ബാക്കി 3 പ്ലസ് 2 5 തന്നെയല്ലേ നമ്മുടെ ഫസ്റ്റ് ടേം 5 ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച 3n പ്ലസ് 2 ശരിയാന്നുള്ള കാര്യം കൺഫേം ആണ്. ഇങ്ങനെ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ജനറൽ ഫോമിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ എപ്പോഴും വരുന്നതാണ്, എന്തായാലും ഉണ്ടാവും കേട്ടോ. നോക്കണേ. ഇനി ഇപ്പൊ നേരാവണ്ണം ചോദിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ ഉള്ളിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ടെങ്കിലും നമുക്ക് ജനറൽ ഫോം ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് അത് ഒരിക്കലും മറന്നുകൊണ്ട. dn പ്ലസ് f മൈനസ് d. പിന്നെ പരീക്ഷയ്ക്ക് ജനറൽ ഫോം തന്നെ തപ്പിയിരിക്കരുതേ. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ഉണ്ടാവും? ഓൾജിബ്രായിക് ഫോം, ജനറൽ ഫോം, nth ടേം, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ് ആള് കേട്ടോ. മലയാളത്തിലാണെങ്കിൽ ബീജഗണിത രൂപം എന്ന് പറയും, പൊതുവായ രൂപം എന്ന് പറയും, എന്നാം പദം എന്ന് പറയും, nth ടേം, എന്നാം പദം എന്ന് പറയും കേട്ടോ. ഇങ്ങനെയൊക്കെ കണ്ടാൽ നമ്മൾ ആളാരാ? xn, ബീജഗണിത രൂപം, ഓൾജിബ്രായിക് ഫോം. മറന്നു പോകരുതേ. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതാരാണ് ആള്? n സ്ക്വയർ പ്ലസ് n. n സ്ക്വയർ പ്ലസ് n ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ദ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് ആരാടാ? ദ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് ആരുടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആ തന്നത്? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ദ സം ഓഫ് n ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് n സ്ക്വയർ പ്ലസ് n എന്നാണ് പറയുന്നത്. n സ്ക്വയർ പ്ലസ് n സമ്മിന്റെ ജനറൽ ഫോം ആണ്. തുകയുടെ ബീജഗണിത രൂപമാണ് തന്നത് മക്കളെ, തുകയുടെ ബീജഗണിത രൂപം. അപ്പൊ നേരത്തെ ചെയ്തത് എന്താ? നേരത്തെ ചെയ്തത് ശ്രേണിയുടെ ബീജഗണിത രൂപം. ഇപ്പം പറയുന്നത് തുകയുടെ ബീജഗണിത രൂപം. രണ്ട് വ്യത്യാസമുണ്ടേ. എന്നിട്ട് ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം എത്രയെന്നാ ചോദിക്കുന്നത്. ആദ്യ പദം ചോദിച്ചാൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ n-ന് ഒരു 1 കൊടുത്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം കിട്ടും കേട്ടോ. ഇവിടെ എന്താ തന്നത്? Sn ആണിത്. n സ്ക്വയർ പ്ലസ് n. നേരത്തെ ചെയ്തു വെച്ച ആള് s അല്ല, നേരത്തെ x ആണ്. നേരത്തെ xn ആണ്. dn പ്ലസ് f മൈനസ് d. ഇപ്പം വന്നത് Sn ആണ്, തുകയുടെ ഫോം ആണ്. n സ്ക്വയർ പ്ലസ് n. അപ്പൊ n-ന് 1 കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. 1 സ്ക്വയർ പ്ലസ് 1 വരും. എല്ലാം കൂടെ 2 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടേം. n-ന് 1 കൊടുത്താൽ ഫസ്റ്റ് ടേം. അപ്പൊ n-ന് 2 കൊടുത്താൽ സെക്കൻഡ് ടേം ആണോ? അല്ല.
ഇത് തുകയുടെ ഫോമാ. n-ന് 2 കൊടുത്താൽ കിട്ടുക 2 ടേംസിന്റെ സം ആണ് കിട്ടുക. എടാ n-ന് 2 കൊടുത്താൽ 2 പദങ്ങളുടെ തുകയാണ് കിട്ടുക, രണ്ടാമത്തെ പദമല്ല. കാരണം ഇത് തുകയുടെ ഫോമാണ്. ആ കാര്യം മറന്നു വരേ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ n-ന് ഒരു 10 കൊടുത്താൽ എന്ത് കിട്ടും? ആദ്യത്തെ 10 പദങ്ങളുടെ തുക കിട്ടും. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രേണിയുടെ ബീജഗണിത രൂപ പറഞ്ഞു. അവിടെ നിങ്ങൾ n-ന് 10 കൊടുത്താൽ 10ാം പദമാണ് കിട്ടുക, 10th ടേം കിട്ടും. ഇവിടെ കൊണ്ടുപോയി കൊടുത്താൽ 10 പദങ്ങളുടെ തുക കിട്ടും. പക്ഷെ 1 കൊടുത്താൽ 2 സ്ഥലത്ത് സെയിമാ. 1 കൊടുത്താൽ അവിടെയും കിട്ടും ഫസ്റ്റ് ടേം, ഇവിടെയും കിട്ടും ഫസ്റ്റ് ടേം. 2 മുതൽ കഥ മാറി. 2 മുതൽ ഒരു സ്ഥലത്ത് 2ാം പദവും ഒരു സ്ഥലത്ത് ആദ്യത്തെ 2 പദങ്ങളുടെ തുകയാണ്. ആ വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. ഇനി ഇതിന്റെ ബി ക്വസ്റ്റ്യൻ, ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്ര? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് ദിസ് അരിത്മെറ്റിക് സീക്വൻസ്. 10 പദങ്ങളുടെ തുക. അതല്ലേ നമ്മളിപ്പം പറഞ്ഞേ, 10 പദങ്ങളുടെ തുക കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? n-ന് 10 കൊടുക്കണം. അപ്പൊ നമ്മുടെ ആൻസർ 10 സ്ക്വയർ പ്ലസ് 10 വരും. 10ന്റെ സ്ക്വയർ 100ഉം 100 ഒരു 10ഉം കൂടെ കൂട്ടിയ 110. സിമ്പിൾ അല്ലേ? അപ്പൊ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നോക്കി എങ്ങനെയൊക്കെയാ വരുന്നത് കണ്ടില്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ ഇനിയും ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.